അമിനാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ബൗണ്ടി മിഠായി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ പൂണ്ടെടുത്തതിൻ്റെ പുറം ഭാഗത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്ത ശേഷം അത് നന്നായി പൊടിച്ചെടുക്കുകയാണ് വേണം കേട്ടോ. ഈ പൊടിച്ചെടുത്ത തേങ്ങ ഒന്ന് പിന്നെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് ചൂടാക്കിയെടുക്കുക. വറുത്ത് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോക്കനട്ട് പൗഡറിലേറെ ടേസ്റ്റ് നമ്മൾ തേങ്ങയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഈ പാനിൽ തന്നെ വെച്ചാൽ നമ്മൾ തേങ്ങ ചൂടായി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്ത്. ഇനി ആ പാനിലേക്ക് തന്നെ ഒരു ഗ്ലാസ് പാലൊഴിക്കുക. ഈ പാല് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്തെടുക്കുക. ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം പഞ്ചസാരയായിട്ട് ചേർത്തെടുക്കണേ. മിൽക്ക് മെയ്ഡും ചേർത്തെടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അരക്കപ്പ് പഞ്ചസാര ഇപ്പോൾ ചേർത്തെടുക്കണുള്ളൂ. ഈ പഞ്ചസാര പാലിൽ കടന്ന് മെൽറ്റായി വരണം. പിന്നെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇങ്ങനെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി പാൽ തിളച്ച് തുടങ്ങി. ഇതിലേക്ക് ആവശ്യമായ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇനി തേങ്ങയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഈ കുറുക്കിയെടുത്തത് മിഠായി ഉരുട്ടിയെടുക്കാൻ പറ്റിയ പാകത്തിനായി വരണം കേട്ടോ. ഒരു 15 മിനിറ്റോളം ഇത് കുറുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലേ മിഠായി ഉരുട്ടി വരാനുള്ള പാകമായി വരുള്ളൂ. അങ്ങനെ 15 മിനിറ്റോളം കുറുക്കിയെടുത്ത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ കട്ടിയായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് കയ്യിൽ നമുക്ക് തൊടാൻ പാകത്തിന് ചൂടാവുമ്പോൾ നമുക്ക് ഇത് ഓരോ മിഠായി ആയി ഉരുട്ടിയെടുക്കുക കൂടി ചെയ്യാം. ഈ ഒരു പരുവത്തിലായി വരുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഒരു പാകത്ത് ചൂടായി കയ്യിൽ തൊടാൻ പറ്റിയാവുമ്പോൾ ഓരോന്നോരോന്നായി ഉരുട്ടിയെടുക്കുക കൂടി ചെയ്യും. അപ്പോൾ ചൂട് പാകമായിക്കണേന് ബൗണ്ടി മിഠായിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക. നമ്മൾ ഈ മിഠായി വെച്ചെടുക്കണ പാത്രത്തിൽ ഒന്ന് എണ്ണ തടവി കൊടുക്കണം, അല്ലെങ്കിൽ മിഠായി അതിൽ ഒട്ടിപ്പിടിക്കും. ഇനി ഓരോന്നോരോന്നായി എടുത്ത് ബൗണ്ടിൻ്റെ ഷേപ്പിലാക്കി അങ്ങനെ പാത്രത്തിൽ വെച്ചെടുക്കുക. എന്നിട്ട് ഇത് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതൊന്ന് സെറ്റായി വരും. മിഠായിയൊക്കെ ഉരുട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാൻ ആവശ്യമായി ഇനി ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഓരോ കഷ്ണങ്ങളാക്കി അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. മെൽറ്റാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് പൊടിച്ചിട്ട പാത്രം അതിൻ്റെ മുകളിലോട്ടായി വെച്ചെടുക്കുക. ആ മുകളിലത്തെ പാത്രം താഴെ വെള്ളത്തിൽ തട്ടാൻ പാടില്ല കേട്ടോ. ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ ചൂട് തട്ടി നമ്മൾ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഏകദേശം ചോക്ലേറ്റൊക്കെ മെൽറ്റാക്കണം. നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ അതിലുള്ള കട്ടകളൊക്കെ ഉടഞ്ഞ് ചോക്ലേറ്റ് നല്ല ലൂസായി വരുള്ളൂ. ഇനി ചോക്ലേറ്റിൻ്റെ കോട്ടിങ്ങിന് ആയിട്ട് നമുക്ക് ഓരോന്നോരോന്നായി മിഠായി ചോക്ലേറ്റിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് വേണം കേട്ടോ അത് ഒന്ന് പൊന്തിച്ചെടുക്കാൻ. അപ്പോൾ ഇതിൽ ഓവറായിട്ടുള്ള ചോക്ലേറ്റൊക്കെ അതിൽ പാത്രത്തിലേക്ക് തന്നെ ചാടിക്കോളും.
ഫോർക്ക് വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആവശ്യമില്ലാത്ത ചോക്ലേറ്റൊക്കെ പാത്രത്തിലൊക്കെ തന്നെ ചാടും. ഇനി അതിൻ്റെ മുകളിലൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ആ സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഈ ഒരു രീതിക്ക് അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്ന് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമ്മളെ ബൗണ്ടി മിഠായി സെറ്റായി കിട്ടും. ഇനി നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ. അങ്ങനെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നമ്മളെ ബൗണ്ടി മിഠായി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കി കമൻസിലൂടെ അറിയിക്കണം കേട്ടോ.